ഹലോ നമസ്കാരം എല്ലാവർക്കും ദേവ്സ് കുക്കിംഗ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഒരു നോർത്ത് ഇന്ത്യൻ സ്പെഷ്യൽ റെസിപ്പിയാണ് കേട്ടോ. ഞാൻ കഴിച്ചിട്ടുള്ളതിൽ വെച്ച് എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഒരു ഐറ്റമാണ് മുംബൈ സ്ട്രീറ്റ് ഫുഡിലെ നമ്പർ 1 പാവ് ഭാജി. എപ്പോഴൊക്കെ ഇത് കഴിച്ചിട്ടുണ്ടോ അതിൻ്റെ ടേസ്റ്റിനെ വല്ലാതെ കൊതിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ വീട്ടിൽ ആ രുചി ഒന്ന് റിക്രിയേറ്റ് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. അത് 100% സൂപ്പർ ടേസ്റ്റിയായി എല്ലാവരും പറയുകയും ചെയ്തു. എന്നാൽ പിന്നെ നിങ്ങൾക്കും കാണണ്ടേ ഇതെങ്ങനെയാണ് ഞാൻ തയ്യാറാക്കിയെന്ന്. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യാനും മറന്നു പോരുത്. അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ പ്രൊസീജിയർ 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ നമുക്ക് ഒരു പാനിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് 1 ടീസ്പൂൺ ജീരകം, ചെറിയ ജീരകം, അത് മസ്റ്റായിട്ട് ഇടണേ, അതൊന്ന് ഇട്ട് കൊടുത്തു. ഇനി ഒരു ഇടത്തരം പൊട്ടേറ്റോ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതിട്ട് കൊടുത്തു. ഒരു ചെറിയ ക്യാരറ്റ് ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്, അതുപോലെ ഒരു ടൊമാറ്റോ, ഇത്രയും ഞാൻ ഇട്ട് കൊടുത്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുകയാണ്. ആവശ്യത്തിന് ഉപ്പൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയിട്ട് നമുക്കിനി ഒന്ന് വേവിച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ അത് കുക്കറിൽ തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം, എന്നാലേ നന്നായിട്ട് വെന്ത് കിട്ടുകയുള്ളൂ. അപ്പോൾ അതിനാവശ്യത്തിന് വെള്ളവും ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, ഒരു 3/4 കപ്പ് വെള്ളം. ഇനി നമുക്കിത് നന്നായിട്ട് എത്ര വിസിൽ വെക്കുന്നോ അത്രയും നല്ലത്. അപ്പോൾ അത് വേകട്ടെ. നമുക്കിനി അടുത്ത പ്രൊസീജിയറിലോട്ട് പോകാം. ഞാൻ ഒരു പീസ് ബട്ടറാണ് ആഡ് ചെയ്തത്. അതിൻ്റെ കൂടെ ഞാൻ 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുത്തു, സൺഫ്ലവർ ഓയിൽ തന്നെയാണ്. ഇനി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വേണം, 1 ടേബിൾ സ്പൂൺ. അതൊന്ന് നന്നായിട്ട് വഴറ്റിയിട്ട് നമുക്ക് ഒരു ചെറിയ ഒണിയൻ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ചെറുതായിട്ട് കട്ട് ചെയ്യണേ, അതുകൂടെ ആഡ് ചെയ്തു. ഒരു ചെറിയ പച്ചമുളക്. അപ്പോൾ ഇതെല്ലാം കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. ഇനി ഒരു ചെറിയ ക്യാപ്സിക്കം ചെറുതായിട്ട് ഞാൻ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൂടെ ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് ഒന്ന് വഴന്ന് വരുമ്പോഴേക്കും നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് കുറച്ച് ഉപ്പ്, ഒരുപാട് ഇട്ടില്ല ഞാൻ, കുറച്ച് ഉപ്പ് കൂടെ ഇട്ട് കൊടുത്തു. അത് നന്നായിട്ട് വഴന്ന് വരുമ്പോൾ നമുക്കൊരു 2.5 ടേബിൾ സ്പൂണോളം റെഡ് ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടുന്ന ഏറ്റവും സ്പെഷ്യൽ ഐറ്റമായ പാവ് ഭാജി മസാലയാണ് ആഡ് ചെയ്യേണ്ടത്. ഞാൻ എവറസ്റ്റിൻ്റെയാണ് എടുത്തിട്ടുള്ളത്, ഏത് വേണോ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. 1 ടേബിൾ സ്പൂണിൽ കൂടുതൽ വേണം. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് കസൂരി മേത്തി എടുത്തിട്ടുണ്ടായിരുന്നു, അതിങ്ങനെ നന്നായിട്ട് കയ്യിൽ വെച്ചൊന്ന് ഞെരടിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. എന്നിട്ട് ആവശ്യത്തിന് മല്ലിയില, ഇതെല്ലാം ചേർത്തിട്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം, ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഞാനിവിടെ കുറച്ച് ഗ്രീൻ പീസ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, 1 കപ്പോളം ഗ്രീൻ പീസ്, അത് സെപ്പറേറ്റാണ് വേവിച്ചത്, അതുകൂടെ ആഡ് ചെയ്ത് കൊടുത്തു. നന്നായിട്ടൊന്ന് മാഷ് ചെയ്തെടുക്കണം, എല്ലാ വെജിറ്റബിൾസും നന്നായിട്ട് മാഷ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് നമ്മൾ പ്രഷർ കുക്കറിൽ വേവിച്ച മറ്റ് വെജിറ്റബിൾസ് കൂടെ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് അതിനാവശ്യമുള്ള വെള്ളം, അതിൽ വേവിച്ച വെള്ളം തന്നെയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത്. മാഷ് ചെയ്യാൻ മറന്നുപോലെ നന്നായിട്ട് മാഷ് ചെയ്തെടുക്കുക. അപ്പോൾ അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു ഘടകം എന്ന് പറയുന്നത്, നന്നായിട്ട് എല്ലാം വെന്തുടഞ്ഞ് കിട്ടുക. അപ്പോൾ നമ്മുടെ പാവ് ഭാജി മസാല ഇടാൻ നിങ്ങൾ മറന്നു പോകരുത്. ഇതിന് ടേസ്റ്റ് കൂട്ടുന്ന ഏറ്റവും വലിയ ഫാക്ടറാണ് പാവ് ഭാജി മസാല. നമുക്ക് ആവശ്യത്തിന് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ബട്ടറും. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ആ സ്ട്രീറ്റിൽ കിട്ടുന്ന അതേപോലെ തന്നെയാണ് ഞാൻ ചെയ്തത് കേട്ടോ, ഒരു മാറ്റവും ഇല്ല, ഇങ്ങനെ തന്നെയാണ് അവരും ചെയ്യുന്നത്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ പാവ് ഭാജിയുടെ ലാസ്റ്റ് സ്റ്റെപ്പാണ്. അതിന് ഞാൻ ആവശ്യത്തിന് ബട്ടർ, ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്തിട്ട് ഞാൻ ആ പാവ് ഭാജി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് 1 ടീസ്പൂൺ കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് കുറച്ച് മല്ലിയില കൂടെ ഇട്ട് കൊടുക്കാം. സാധാരണ ഇങ്ങനെയാണ് ഞാൻ സ്ട്രീറ്റിൽ കണ്ടിട്ടുള്ളത് കേട്ടോ, അതുപോലെ ചെയ്തു. എന്നിട്ട് ആ ബണ്ണൂടെ ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്തു. ഇങ്ങനെയാണ് ഇത് ടോസ്റ്റ് ചെയ്യേണ്ടത് കേട്ടോ. ഇങ്ങനെ ടോസ്റ്റ് ചെയ്ത് റിയൽ ആയിട്ടുള്ളൊരു ഫീലും ടേസ്റ്റും ഒക്കെ നമുക്ക് കിട്ടും. അപ്പോൾ ഇത് തന്നെയാണ് അതിൻ്റെ ലാസ്റ്റ് പ്രൊസീജിയർ. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്, നല്ല ഒരു ഫ്ലേവറാണ്. നോർത്ത് ഇന്ത്യയിലൊക്കെ പോയ ആ നോർത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റൊക്കെ ഫ്രണ്ടിൽ നിൽക്കത്തില്ലേ, അപ്പോൾ കിട്ടുന്ന അതേ സ്മെല്ല് തന്നെയാണ് ഇപ്പോൾ കിട്ടുന്നത്. അപ്പോൾ ഇനി നമുക്ക് കഴിക്കേണ്ട ടൈമാണ്. പിന്നെ ഇതൊന്ന് അറേഞ്ച് ചെയ്യുന്നത് നല്ല പോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. ഞാൻ കുറച്ച് സവാള ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതൊരു സൈഡിലോട്ട് വെച്ച് കൊടുത്തു. ഒരു പാതി ലെമൺ വെച്ച് കൊടുത്തു. എന്നിട്ട് കുറച്ച് മല്ലിയിലയും, ഇത് മസ്റ്റായിട്ട് ചെയ്യണേ. ഇതും കൂടെ ചേർത്തിട്ടാണ് നമുക്ക് ആ ഭാജി കഴിക്കേണ്ടത്. ഇനി നമുക്ക് ആ ബട്ടറൊക്കെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഭാജി വിളമ്പാം. ഇതുപോലെ കൂടുതൽ അവർക്കൊക്കെ ഇങ്ങനെ കഴിക്കുന്നതാണ് ഇഷ്ടം കേട്ടോ. നമ്മളവിടെ പോയാലും നമ്മൾ അതിന് അഡിക്റ്റ് ആയിപ്പോവും. ഇതുപോലെ നമ്മൾ ചോറൊക്കെ വിളമ്പത്തില്ലേ, അതേ പ്ലേറ്റിലാണ്. എന്നിട്ട് നടുക്ക് കുറച്ച് ബട്ടർ കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ടോസ്റ്റ് ചെയ്ത ബണ്ണ് ഒരു സൈഡിലൊന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇനി കഴിച്ചു തുടങ്ങാം.
അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറന്നു പോരുത്. വീണ്ടും ഒത്തിരി പുതിയ വീഡിയോസ് വരുന്നുണ്ട് ദേവ്സ് കുക്കിംഗ് വേൾഡ്. അപ്ഡേറ്റ്സിനായിട്ട് ഈ ചാനൽ കാണുക. വീണ്ടും പുതിയൊരു വീഡിയോയുമായി നമുക്ക് കാണാം. ടിൽ ദെൻ, ഗുഡ് ബൈ.